സ്വർഗഭൂമികളുടെ അന്തരീക്ഷമർക്കചാരവും അന്തരീക്ഷമധ്യാന്തർഭാഗേ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇത്തരം വിഷ്ടവങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം മേഷേ ഇഷേ സമമായി വരും അഹോരാത്രം ഋഷഭാദികളാകും അഞ്ചിലും വർദ്ധിക്കുന്ന ഇഴിയും നിശയതു പകലേറിയിടും താനും കീടകമാദികൾ മറ്റഞ്ചിലും വർദ്ധിക്കുന്നാൾ ഈടഴും പകൽ കുറഞ്ഞേറുന്നു നിശാകാലം ഈ ദൃശം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിന്മേൽ 9 കോടിക്കുമേലതിൻ്റെ വട്ടം പുനരമ്പതുമൊന്നും ലക്ഷം യോജനയുണ്ടുതാനും അങ്ങനെ ഇരിക്കുന്ന മാനസോത്തരഗിരിക്കങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെ പൂർവഭാഗത്തിങ്കലുണ്ട് ഇന്ദ്രന്റെ രാജധാനി കേവലം ദേവധാനി എന്ന് അതിനുടെ നാമം പ്രേതനാഥനു തെക്കുണ്ടല്ലോ സംയമനിയും യാദസാമ്പതിക്കുന്നു മ്ലോചനി പടിഞ്ഞാറ് വടക്കു വിഭാവരി സോമന്റെ രാജധാനി പടർച്ചയോടും നാനാഭൂതങ്ങളെല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ടുദയാസ്തമയത്തോട് അർദ്ധരാത്രിയെന്ന് ഇത്യാദികൾ ഗതിക്കുതക്കവണ്ണം പകർന്നുകൊണ്ട് അതിക്രാമ്യതി സൂര്യനോരോരോ ദിക്കുതോറും രാശിചക്രത്തിൽ വേഗമേറി നിന്ന് അതിനുടെ വേശലാൽ വലത്തൂടായി വരുന്നിതെല്ലാടവും നീതിയിൽ അതിൻ മറുപുറത്താമസ്തമയം യാതൊരിടത്തു നേരെ മധ്യാഹ്നമാകുന്നിതങ്ങ് അതിനു നേരെ മറുപുറത്താം അർദ്ധരാത്രം യാതൊരു നേരം സൂര്യൻ ലങ്കയിലുദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിൽ അതിന്നേരെ ഇന്ദ്രന്റെ പുരിയിൽ നിന്നും അന്തകപുരത്തിങ്കൽ ചെന്നിടും 15 നാഴിക കൊണ്ട് സൂര്യൻ അവിടമുണ്ടു 2 കോടിയും അനന്തരം അവനീപതേ 37 ലക്ഷവും പിന്നെ പുനരങ്ങ് 75,000 യോജനയും തനിയെ വഴിയെന്നു മനസ്സി ധരിച്ചാലും അതിനെ പോലെ തന്നെ വരുണപുരത്തിനു മകലം അത് 15 നാഴികയാലേ വിരവോടൊത്തും വിഭാവരിക്കും അതുപോലെ തരസാ ചെല്ലും വിഭാവരിയിൽ നിന്നു തന്നെ ക്രമമായുള്ള വഴി അകലമതു തന്നെ സമമായി എത്തും 15 നാഴികയാലേ ഔവണ്ണം തന്നെ സൂര്യചന്ദ്രാദിഗ്രഹങ്ങളും സർവനക്ഷത്രങ്ങളും ജ്യോതിശ്ചക്രത്തിന്മേലെ ഉദിച്ച് അസ്തമിച്ചും ഇരിക്കുന്നിതു നിത്യം വധിച്ചുകൊള്ളുവാനറിയാവല്ലദിത്യാദികൾ ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം ആദരാൽ ഓരോരോ സംവത്സരാത്മകങ്ങൾ പോൽ താനതിന് അച്യുതണ്ടുമേരുതൻ മുകളിലും മാനസോത്തരഗിരിതന്മേലും തഥാനേമി മാരുതാശന കുലനാശനാഗ്രജൻ തന്നെ സാരഥിയാകുന്നത് ബാലഖില്യന്മാരല്ലോ സൂക്തവാക്യങ്ങൾ കൊണ്ട് വേദാന്തപൊരുളായ മാർദ്ധാണ്ഡൻ തന്നെ സ്തുതിച്ചിടുന്നു നിത്യം ചമേ ഗന്ധർവാപ്സരോ നാഗ മാനിനീയാതുധാനപന്തിയും ഗ്രാമപാണികൾ ദേവകൾ ഋഷികളും സന്തതം ഇവരേഴു കൂട്ടവും വേറെ വേറെ മാസങ്ങൾ തോറും ഭക്ത്യാ സൂര്യനെ സേവിക്കുന്നു.
ഉത്ഥാനപാതൻ തൻ്റെ പുത്രനാം ധ്രുവനെ ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്നോരു ആദിത്യന്റെ സത്യസദ്ഗതി ഭേദം രാശികളെ തീർത്തിതു എങ്ങനെ വിശേഷിച്ചു വേറെ കാണാകുന്നു. ഇങ്ങനെ പരീക്ഷത്തിൻ ചോദ്യത്തിന് അരുൾ ചെയ്തു മംഗലാത്മാവാം നൃപതീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ട് ബദരായണീയപ്പോൾ അന്വഹം കലാലചക്രത്തോടുകൂടി തിരിയുന്നോരു പീലിനികാദികൾ തങ്ങളുടെ ഗതി അന്വഹം കലാലചക്രത്തോടുകൂടി തിരിയുന്നൊരു വിപീലികാദികൾ തങ്ങളുടെ ഗതി ബഹുവേറെ ലോകാന്തരത്തിങ്കലും കാണാകുന്നിത് ഔവണ്ണം ആദിത്യാദി ഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്രരാശന്തരത്തിങ്കലും കാണാകുന്നു. ദിക്കുകൾ തോറും രാശിചക്രത്തിൻ വേഗത്താലെ ആദിത്യാത്മകനായ ഭഗവാനുടെ ഗതിഭേദം കൊണ്ടുണ്ടാം അഹോരാത്രാദികാലഭേദം. അർക്കമണ്ഡലത്തിങ്കൽ നിന്ന് പിന്നെയും 1,00,000 യോജന മേലെ ചന്ദ്രന്റെ നടപടി ആദിത്യനോരാണ്ടുള്ള ഗതിയെ മാസം കൊണ്ടു സാധിക്കും. ഇതു ചന്ദ്രൻ പിതൃക്കൾക്ക് അഹോരാത്രമുണ്ടാവ പൂർവാപരപക്ഷങ്ങൾ രണ്ടുകൊണ്ടും കണ്ടാലും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഇക്ഷപാകരനുടെ മണ്ഡലത്തിങ്കൽ നിന്നു 1,00,000 യോജന മേലെ നക്ഷത്രമാർഗം എടോ. നക്ഷത്രമാർഗത്തിങ്കൽ നിന്നു പിന്നെയും 2,00,000 യോജന മേലെ ശുക്രൻ എന്നറിഞ്ഞാലും അവിടെ നിന്നു 2,00,000 യോജന മേലെ ബുധനാവിന്ദുപുത്രൻ. അവർക്ക് ഇരുവർക്കും ആദിത്യൻ തന്നോടൊക്കും മിക്കതും വിചാരിക്കിൽ. ദീധിതി ഗതിയിങ്കൽ ഭേദവും ചെറുതുണ്ടാം. സോമജങ്കേന്നു 2,00,000 യോജന മേലെ ഭൂമി നന്ദനായ ലോഹിതനവനേതും വക്രാദിഗതി ഭേദമില്ലെന്നു വരുന്നാകിൽ പക്ഷങ്ങൾ 3 കൊണ്ടു രാശിയിൽ കടക്കുന്നു. മിക്കതും രക്തം തങ്കൽ നിന്നുടൻ പിന്നെ 2,00,000 യോജന മീതേ നിർജരാചാര്യനായ വാഗീശനോരാണ്ട് കൊണ്ടങ്ങു നീങ്ങിടും രാശി. ഭാഗധേയാധേ പുനരവിടെ നിന്നും തഥാ കേവലം 2,00,000 യോജന മീതേ സൂര്യദേവൻ നന്ദന ഛായാപുത്രനാകിയ കാലൻ മേവിനാൻ അവൻ ഒരു 30 മാസം കൊണ്ടുപോയത് അങ്ങൊരു രാശി തന്നിലെന്നറിഞ്ഞാലും അവങ്കൽ നിന്നു 11 യോജന ലക്ഷം അവധി ദൂരം സപ്തഋഷികൾ നിവാസകം. അവിടെ നിന്നു 13,00,000 യോജന സവിധേ വിഷ്ണു ഭക്തൻ ധ്രുവനായുള്ള ലോകം. അവന്റെ ലോകം ജ്യോതിർഗണങ്ങളെല്ലാവർക്കും ആശ്രയമാകുന്നതെന്നറിക ധരാപതേ. നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്ക് സ്വസ്വമാം തിരുകുറ്റി ആശ്രയം എന്ന പോലെ അർക്കമണ്ഡലത്തിങ്കൽ നിന്നൊരു 35,00,000 യോജന മേലെ നിശ്ചയം ധ്രുവലോകം. കേൾക്കടോ പിന്നെ ജ്യോതിചക്രങ്ങളൊക്കെ സർവസാക്ഷിയം ഭഗവാന്റെ യോഗധാരണാത്മകം
സൂക്ഷ്മകനായ ശിംശുമാരന്റെ ശരീരൈക മൂർത്തിയിങ്കലും പോൽ എന്നല്ലോ കേട്ടിരിക്കുന്നു. ശിംശുമാരന്റെ പുജാഗ്രത്തിങ്കൽ ധ്രുവനല്ലോ സംശയം പ്രജാപതി വന്യവും ഇന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം ക്രമാൽ മേൽപോട്ടു വാൽമേൽ തന്നെ സന്നിധാനത്തെ ചെയ്തിടുന്നിതു സദാകാലം. ധാതാവും വിധാതാവും പുച്ഛമൂലത്തിങ്കലും പ്രീതരായിരുന്നരുളിയിടുന്നു നിരന്തരം. മധ്യദേശത്തിങ്കലാകുന്നു പോലനുദിനം സപ്തമാമുനിവരന്മാർ അധിവാസം നിത്യം. രണ്ടു തോളിലുമൊക്കെ മിക്കതും നക്ഷത്രങ്ങളുണ്ടുപോൽ. ഉദരത്തിലാകാശതടിനിയും ഉത്തരോഷ്ടത്തിങ്കലങ്ങസ്ത്യൻ താനും പുനരിത്തരം അധരോഷ്ടത്തിങ്കലായമന്താനും മുഖത്തു ഭൂമിപുത്രൻ ഉപസ്ഥേശനിയും പിൻകഴുത്തിൽ ബൃഹസ്പതി മാറത്തു ദിവാകരൻ ഹൃദയത്തിങ്കൽ വിഷ്ണു മാനസത്തിങ്കൽ ചന്ദ്രൻ സന്തതം നാഭോ ശുക്രൻ പ്രാണങ്കൽ ബുധൻ താനും നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പതു സ്വർഭാനുവും അശ്വിനി ദേവകൾ പോലോരോരോ മുലകളിൽ രാഹുകേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം ജ്യോതിസ്സുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും ജ്യോതിസ്സുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും ഇച്ചൊന്ന് ഭഗവാന്റെ സർവദേവതാമയം നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം.